വിളമ്പാൻ മടിച്ചു നിൽക്കുന്ന സുസ്മിതയോട് സത്യഭാമ ചോദിക്കുകയാണ്, എന്താ സുസ്മിത, വിളമ്പാൻ പറ്റുന്നില്ലേ? സുസ്മിത പറയാണ്, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. നിങ്ങളെല്ലാവരെയും ഒന്നിച്ചു കണ്ടപ്പോൾ ഇത് കേട്ട് വിഷ്ണു കളിയാക്കി പറയുകയാണ്, ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ അറിയൂ, വിളമ്പാൻ അറിയില്ല. എന്താടാന്ന് പറയുകയാണ് സത്യഭാമ. അന്നേരം പ്രീതി പറയുകയാണ്, അതിനെന്താ, സുസ്മിതയുടെ ഫ്രണ്ട് കിച്ചണിൽ നിൽപ്പുണ്ടല്ലോ, അവളെ വിളിച്ചാൽ പോരെ? സത്യഭാമ പറയുകയാണ്, എന്നാൽ വിളിക്കുമോളെ. നേരം സത്യഭാമയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, മിനിസ്റ്റർ. കിച്ചണിൽ ചെന്നിട്ട് ശാലിനി അത് എന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയാണ്, എനിക്ക് പോകണമായിരുന്നു, ഞാനിവിടെ കുടികിടപ്പിനൊന്നും വന്നതല്ല. ഇത് പറയാണ്, അയ്യേ ശാലിനി കുട്ടി, ഇങ്ങനെ പിണങ്ങിയാലോ? അറിയാത്തത് കൊണ്ടല്ലേ ഹെൽപ്പിന് വിളിച്ചത്, ചെറിയൊരു ഹെൽപ്പ് കൂടി, അത് കഴിഞ്ഞു പൊയ്ക്കോ. അതിനെന്നെ ശാലിക്കുട്ടിന്നൊന്നും വിളിക്കണ്ട, ഭംഗിയുള്ള ഒരു പേര് അമ്മ ഇട്ടിട്ടുണ്ട്, അതങ്ങ് വിളിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ പ്ലീസ് എന്ന് പറയുകയാണ് സുസ്മിത. സത്യഭാമ ഫോൺ ചെയ്യുകയാണ്. പറയണം സാർ, ടിവിയിൽ എത്തിയോ? ശരി സാർ, ഇപ്പോൾ തന്നെ വരാം. സത്യഭാമ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി വിഷ്ണുവും കൂടെ എഴുന്നേൽക്കുകയാണ്. സർല ചോദിക്കുകയാണ്, ഭാമ പോവുകയാണോ? ഞാൻ പറഞ്ഞില്ലേ സർലെ, അർജന്റ് മീറ്റിംഗ് ആണ്. ശാലിനി ചോദിക്കുകയാണ്, ശരി, എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്? വിളമ്പാനൊന്ന് സഹായിക്കണം. സുസ്മിത അല്ലേ പറഞ്ഞത് കിച്ചണിന് വെളിയിലേക്ക് ഇറങ്ങരുതെന്ന്? അത് അപ്പോൾ ഇപ്പൊ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ്. പറയാണ്, അപ്പൊ അമ്മയെ നമുക്ക് ഇറങ്ങാം. നീ എവിടേക്കാ പോകുന്നത്? അവിടെ ഇരിക്കുക, ഇതിന് ഞാൻ പോയാൽ മതി. അതല്ലമ്മ, അമ്മയെ കൊണ്ടുവിടണ്ടേ? അതിന് ഡ്രൈവർ മതി, 2 മിനിറ്റുള്ളിൽ ആളിങ്ങെത്തും. നീയും പ്രീതിയും ഇവിടെ ഇരുന്ന് സുസ്മിത ഉണ്ടാക്കിയത് മുഴുവൻ കഴിച്ചിട്ടിറങ്ങിയാൽ മതി. നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെട്ടത്? സുസ്മിത മോളെ, ഫാം ആന്റി ഇറങ്ങിയാണ് എന്ന് സത്യഭാമ വിളിച്ചു പറയുകയാണ്. സുസ്മിത പോകുമ്പോൾ പെട്ടെന്ന് ശാലിനി പറയാണ്, ഇത് മുഴുവട്ട് തന്നെ ശല്യം. സുസ്മിത വരുമ്പോഴേക്കും സത്യഭാമ ഇറങ്ങി കഴിഞ്ഞിരുന്നു. ആന്റി എന്ന് വിളിച്ചുകൊണ്ട് സുസ്മിത പിറകെ ഓടുകയാണ്. ചെന്ന് സത്യഭാമയോട് സുസ്മിത പറയുകയാണ്, ആന്റി ഇതെന്തൊരു പൊക്കാണ് ആന്റി, ഒന്ന് ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്തു പോലും നോക്കാതെ. ഫുഡല്ല മോളെ പ്രധാനം, ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ പലതും കൈവിട്ടു പോകും. ഈ ഒരു നേരം മാത്രമല്ല, ഇനിയുള്ള കാലം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെച്ച് വിളമ്പേണ്ടത് മോളല്ലേ, പിന്നെ എന്തിനാ സങ്കടമെന്ന് പരിഭ്രമം കാണിച്ചു നിൽക്കുന്ന സുസ്മിതയോട് പറയുകയാണ് സത്യഭാമ. പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണോ വെച്ചുണ്ടാക്കിയത് അവനിവിടെ ഉണ്ടാകും. അതെ, മുഴുവൻ കഴിപ്പിച്ചിട്ട് വിട്ടാൽ മതി. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യഭാമ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ ഇരുന്ന ശേഷം സുസ്മിത വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്താണ് വേണ്ടത്? എനിക്ക് എന്തെങ്കിലും കുറച്ച് മതി. നേരം ഭക്ഷണം വിളമ്പാനായി കിച്ചണിൽ നിന്നും വരികയാണ് ശാലിനി. എല്ലാവർക്കും വിളമ്പുകയാണ് ശാലിനി. പക്ഷേ വിഷ്ണു ശാലിനിയെ ശ്രദ്ധിക്കുന്നില്ല. ചോറ് വിളമ്പിയ ശേഷം ശാലിനി മതിയോന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് വിഷ്ണു. ശാലിനിയെ കണ്ട് അന്തം വിട്ട് ഇയാളാന്ന് ചോദിക്കുകയാണ് വിഷ്ണു. നേരം വിഷ്ണുവിനെ ശ്രദ്ധിച്ച ശേഷം അന്ന് റോഡിലുണ്ടായ സുസ്മിതയുമായിട്ടുള്ള സംഭവമൊക്കെ ആലോചിക്കുകയാണ് ശാലിനി. ശാലിനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ, സുസ്മിതയെ കെട്ടാൻ പോകുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ വീട്ടുകാരെ വിളിച്ച് വിരുന്ന് കൊടുക്കുകയാവും. വീണ്ടും വീണ്ടും ചോറ് വിളമ്പിയ ശേഷം വീണ്ടും മതിയോന്ന് ചോദിക്കുകയാണ് വിഷ്ണുവിനോട് ശാലിനി. പക്ഷെ മതിയായില്ല എന്ന് പറയുകയാണ് വിഷ്ണു. അങ്ങനെ ഇല നിറച്ച് ചോറ് വിളമ്പുകയാണ് ശാലിനി. അന്തം വിട്ട് വായും പൊളിച്ചിരിക്കുന്ന വിഷ്ണുവിനോട് കഴിക്കെന്ന് പറയുകയാണ് ശാലിനി. ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് പ്രീതി. സർല ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് സുസ്മിതയുടെ പാചകം, കൊള്ളാമോ? കഴിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു പറയുകയാണ്, അതിന് സുസ്മിത ഉണ്ടാക്കിയതൊന്നും വിളമ്പിയില്ലല്ലോ. സർല പറയുകയാണ്, ഇതെല്ലാം ഇവൾ ഉണ്ടാക്കിയതാണ്. വിഷ്ണു ചോദിക്കുകയാണ്, ആര് പറഞ്ഞു? ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുള്ള പാഴ്സൽ. ഇത് കേട്ട്, അല്ല വിഷ്ണുവേട്ടാ, ഞാൻ തന്നെ എന്ന് സുസ്മിത പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയുകയാണ്, അതെ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണോ? ഇതൊക്കെ എവിടെ ഉണ്ടാക്കിയതാണ് എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ വരെ പറയും ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നുള്ളതാണെന്ന്. ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം അവിടെ കിട്ടൂ. അല്ല വിഷ്ണു എന്ന് സർല പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണു പറയാണ്, ഹോട്ടലിലെ ഓണർ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ആന്റി എന്തിനാ കള്ളം പറയുന്നത്? എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഇത് മുഴുവനും തീർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. വല്ലപ്പോഴുമാണ് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടുന്നത്. കഴിക്കുമോളെ എന്ന് പറയുകയാണ് പ്രീതിയോട് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയോട് സംസാരിക്കുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദെ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് ചെറിയൊരു നാട്ടിൻപുറമാണ്. ഇവിടെ ഇങ്ങനൊരു ഹോട്ടൽ നിന്നെ പോലെ ഒരാൾക്ക് ഉണ്ടാക്കി വിജയിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ടൗണിലത്തെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. 10 ഇരട്ടിയാകും കച്ചവടം. ഇതിലും വലിയ ലോകങ്ങളുണ്ട് പുറത്ത്. നീ അത് കാണാത്തതാണ്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, കാണാത്തതല്ല, കാണണ്ടാന്ന് കരുതി കണ്ണടച്ചതാണ്. ഇപ്പോഴീ പറഞ്ഞതൊക്കെ എന്നും ഭ്രമിച്ചിട്ടുള്ളത് ഗോപാലേട്ടനാണ്. പക്ഷേ ജീവിക്കാനുള്ളത് മതിയെന്ന് ശാരദ പണ്ടേ തീരുമാനിച്ചതാണ്. തൽക്കാലം എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുന്നുണ്ട് ഇവിടെ നിന്നും. ഇനിയും വലിയ മോഹങ്ങളില്ല ഞങ്ങൾക്ക്. നേരം രാജേശ്വരി പറയുകയാണ്, അപ്പോൾ 3 മക്കളെയും കൂട്ടിപ്പിടിച്ച് ഇവിടെ തന്നെ ജീവിക്കാം എന്നാണ് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ചോദ്യം ഒന്നേ ഉള്ളൂ, കെട്ടുപ്രായമായില്ലേ ശാരദാമ്മേ നിങ്ങളുടെ 3 പെൺമക്കൾക്കും? അവരെ നിങ്ങൾ എന്താ സന്യസിക്കാൻ വിടുമോ? അതോ കുളത്തിലോ കായലിലോ കെട്ടി താഴ്ത്തുമോ? ആവുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ ഉറക്കെ രാജേശ്വരി എന്ന് വിളിക്കുകയാണ്.
രാജേശ്വരി അത് തടുത്തിട്ട് പറയുകയാണ്, ശബ്ദം ഉയർത്തണ്ട ശാരദാമ്മേ. ഞാൻ ഈ പറഞ്ഞത് നാട്ടു നടപ്പാണ്. നിങ്ങൾ ഇവിടെ ലക്ഷ്മി പൂജയൊക്കെ നടത്തിയെന്ന് കേട്ടല്ലോ. എന്തിനായിരുന്നു? നാട്ടില് മഴ പെയ്യാനോ പുഴയില് വെള്ളം പെരുകാനോ? ഒന്നുമല്ലല്ലോ, പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി. അപ്പോ വരില്ലേ പണത്തിനാവശ്യം? അതോ ഈ പണത്തിന് പകരം പുളിങ്കുരു പറക്കി കൊടുക്കുമോ? നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബുദ്ധിപൂർവ്വം കേൾക്കാൻ നോക്ക്. വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറംകാല് കൊണ്ട് തട്ടുന്നത് ശരിയല്ല. ഇപ്പോഴീ പണം വാങ്ങിക്ക്. അതിനു പകരം നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഗോപാലേട്ടൻ നേരിട്ട് വരും. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഓരോരുത്തരെയും കൈപിടിച്ചു കൊടുക്കാൻ. അതോടെ അന്തസ്സായി ഓരോന്നിനെയും പടിയിറക്കി വിടാം നിങ്ങൾക്ക്. കേട്ട് ഗോപാലകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയണം, അതെ ഞാൻ തന്നെ. ഞാനല്ലാതെ പിന്നെ വേറെ ആരാണ് അത് ചെയ്യേണ്ടത്? എന്റെ കടമയല്ലേ അത്, കർത്തവ്യം. നേരം ഒന്നാലോചിക്കുകയാണ് ശാരദാമ്മ. പണം നീട്ടിയിട്ട് രാജേശ്വരി പറയുകയാണ്, തൽക്കാലം ഇത് വാങ്ങിക്ക് ശാരദാമ്മേ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. പ്രസവിച്ചില്ലെങ്കിലും അവരും എനിക്ക് മക്കളെ പോലെ തന്നെയാണ്. ഞാൻ നന്നായി കലാശിക്കണം, എനിക്ക് അത്രയുള്ളൂ ഈ കാര്യത്തിൽ. പണം വീണ്ടും കവറിലാക്കിയ ശേഷം ഫയലുമായി രാജേശ്വരിയുടെ അടുത്തേക്ക് നടക്കുകയാണ് ശാരദാമ്മയുടെ അടുത്തേക്ക് നടക്കുകയാണ് രാജേശ്വരി. ലക്ഷ്മൺ ചോദിക്കുകയാണ്, എന്ത് പറ്റി ശാരദേ, നീ എന്തായി പണം വാങ്ങാത്തത്? ശാരദാമ്മ പറയുകയാണ്, എനിക്ക് വേണ്ടാതെ കൺമുന്നിൽ നിന്നും കൊണ്ടുപോ. രാജേശ്വരി ചോദിക്കുകയാണ്, പെട്ടെന്നിപ്പോ എന്താണ് സംഭവിച്ചത്? ശാരദാമ്മ സമ്മതിച്ചു എന്നാണല്ലോ ഞങ്ങൾക്ക് തോന്നിയത്. ഞാൻ സമ്മതിച്ചാലും കുട്ടികൾ സമ്മതിക്കില്ല രാജേശ്വരി. ഈ കരാറ് ശരിയാവില്ല നമുക്ക് രണ്ടാർക്കും. അത് കൊള്ളാം. ഇവിടെ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ശാരദാമ്മയാണോ അതോ പെൺമക്കളാണോ? ബാലകൃഷ്ണൻ പറയുകയാണ്, ആ വിശേഷമൊന്നും പറയണ്ട രാജേശ്വരി. മൂന്നെണ്ണവും ഇത്തിരി ഓവറാണ്, പ്രത്യേകിച്ച് ആ നടുവിലത്തേത്. കേട്ട് ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയാണ്, ദേ എന്റെ മക്കളെ പറയരുത്. രാജേശ്വരി പറയുകയാണ്, ഇക്കാര്യത്തിൽ നമുക്കൊരു തർക്കം വേണ്ട. ആ കുട്ടികളുടെ അച്ഛനും അമ്മയുമല്ലേ നിങ്ങൾ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരുടെ കല്യാണം നടത്തി തരേണ്ടത് ഗോപാലേട്ടനാണ്. അതുകൊണ്ട് ഇത് വാങ്ങിക്ക് ശാരദാമ്മ എന്നും പറഞ്ഞ് പൈസയും ഫയലും ശാരദാമ്മയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് രാജേശ്വരി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉറപ്പാണ്. എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ശാരദാമ്മ. ഏതായാലും ശാരദാമ്മ തിടുക്കത്തിൽ ഒരു മറുപടി പറയണ്ട. മക്കളുടെ ഭാവിയുടെ കാര്യമല്ലേ, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ ഒരുപാട് സമയമൊന്നും എടുക്കരുത്. 2 ദിവസത്തിനുള്ളിൽ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് മടക്കി തരണം ഞങ്ങൾക്ക്. ഫലമായി അതൊക്കെ ശാരദാമ്മയുടെ കയ്യിലേൽപ്പിച്ച് പെട്ടെന്ന് തിരികെ മടങ്ങുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. അതിൽ കയറിയ ശേഷം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു എന്റെ തകർപ്പൻ പെർഫോമൻസ്? പതിവ് പോലെ ശോകം. അച്ഛനില്ലാതെ പിള്ളേരുടെ കല്യാണം നടക്കില്ല എന്ന് എന്റെ ഒരു ഒറ്റ വാക്കിലാണ് അവൾ വീണത്. ഇപ്പൊ പിടികിട്ടി, അതാണ് അവളുടെ വീക്ക് പോയിന്റ്. അവിടെ വേണം നമ്മളിനെ മുറുക്കി പിടിക്കാൻ. പെട്ടെന്ന് വണ്ടിയെടുത്തോ, അവളുടെ മനസ്സ് മാറുന്നതിന് മുൻപേ എന്ന് പറയുകയാണ് രാജേശ്വരി. ശാരദാമ്മ പെട്ടെന്ന് അകത്തു നിന്നും പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണനും രാജേശ്വരിയും പോയി കഴിഞ്ഞിരുന്നു. ക്ഷമിച്ച് പഠിക്കൽ തന്നെ ഇരിക്കുകയാണ് ശാരദാമ്മ. അന്നേരം ഓട്ടോയിൽ വരികയാണ് ശാരികയും ശ്യാമയും. വരുന്നത് കണ്ട് പെട്ടെന്ന് ആ കവറും ഫയലുമായി അകത്തേക്ക് പോവുകയാണ് ശാരദാമ്മ. ഓട്ടോക്കാരൻ 30 രൂപ എന്ന് പറയുമ്പോൾ ശാരിക ദേഷ്യപ്പെടുകയാണ്, ഇവിടെ വരെ മിനിമം ചാർജ് അല്ലേ ഉള്ളൂ ഓട്ടോ ചേട്ടാ. മിനിമം ചാർജ് ഒക്കെ മാറി വെച്ചേ, വല്ലപ്പോഴും പത്രമൊക്കെ ഒന്ന് വായിക്കാൻ നോക്കണം. അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ശാരിക. ദേ നീ ഒരാൾ കാരണമാണ് 30 രൂപ പോയി കിട്ടിയത്. ഓ, ഇനി ഇതിന്റെ പഴി ഇനി വർഷം മുഴുവൻ കേൾക്കണമല്ലോ. എന്നാലും 30 രൂപയെ തീവെട്ടിക്കൊള്ളയല്ലേ അത്. ചേച്ചി, നമ്മൾ ഈ ഗ്യാസിന് വില കൂടുന്നു എന്ന് പറയുന്നത് പോലെ പെട്രോളിനും കൂടുന്നുണ്ട് വിലയൊക്കെ. വെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടില്ലല്ലോ. കോഴി തീവെട്ടിക്കൊള്ളയ്ക്കൊക്കെ നമ്മൾ ഈ സാധാരണക്കാർ തലവെച്ച് കൊടുത്തേ മതിയാകൂ. ഏതെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറുകയാണ്. ശാരദാമ്മ അകത്ത് ആ ഫയൽ ഒളിപ്പിക്കാനായി നോക്കുകയാണ്. ശാരിക പറയുകയാണ്, ഞാൻ അമ്മയോട് പറഞ്ഞ് കുടുംബശ്രീ എന്ന പേരിൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷ വാങ്ങാൻ പറയാം. അതാകുമ്പോൾ പിന്നെ നിനക്ക് ഇഷ്ടം പോലെ കറങ്ങാമല്ലോ. അമ്മ പറയുകയാണ്, അയ്യോ മതി, ഒരു 10 രൂപയല്ലേ അധികമായുള്ളൂ. 10,000 രൂപയുടെ വഴക്ക് പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ. പ്ലീസ് ഇനിയെങ്കിലും ഒന്ന് മതിയാക്ക്. പിന്നീട് ശാരദാമ്മ തന്റെ പെട്ടിയിൽ വെക്കുകയാണ് ആ കവറും ഫയലും. അതിനുശേഷം ഒന്ന് ആലോചിച്ച ശേഷം വീണ്ടും അതെടുത്ത് അൽമാരിയിൽ വെക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയെ കണ്ടപ്പോൾ ശ്യാമ പറയുകയാണ്, ദേ നോക്കമ്മേ, അമ്മ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഓട്ടോ പിടിച്ചു വന്നത്. അതിനെന്താന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതിനൊന്നുമില്ല, ഒരു 10 രൂപ അധികമായി എന്ന് പറഞ്ഞ് കുറെ നേരമായി ചേച്ചി കിടന്ന് ചാടുകയാണ് അമ്മേ. ഇനി അമ്മ തന്നെ പറയും, 30 മിനിറ്റ് ആ ബാഗും തൂക്കി നടക്കണോ അതോ 30 രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണോ? അതെ, അത് ശരിയാന്നും പറഞ്ഞ് വീണ്ടും അൽമാരിയിലേക്ക് നോക്കുകയാണ് ശാരദാമ്മ. കണ്ട് ശാരിക ചോദിക്കുകയാണ്, ഈ അമ്മയ്ക്ക് ഇതെന്താ ഈ ലോകത്തൊന്നും അല്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്ത് പറ്റാൻ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് പിള്ളേരെ. മുന്നോട്ട് പോകുന്ന ശാരികയോട് ചോദിക്കുകയാണ്, അല്ല നീ ഇതെങ്ങോട്ട് പോകുന്നു? പേഴ്സ് അൽമാരിയിൽ വെക്കാൻ എന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചിട്ട് ശാരദാമ്മ പറയാണ്, പേഴ്സോ, അത് ഞാൻ വെച്ചോളാം. അമ്മയ്ക്ക് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയാണ്, അമ്മയ്ക്ക് കുന്തം.
ശാരി, നീ പോയി പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്ക്. രാവിലെ മുതൽ ഇവിടെ ഒരു ജോലിയും നടന്നിട്ടില്ല. എന്നിട്ട് ശ്യാമയോട് പറയുകയാണ്, നീ പോയി പഠിക്ക്. ഇല്ലെന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. അതിനുശേഷം അൽമാരി പെട്ടെന്ന് പോയി തുറന്നിട്ട് ശാരദാമ്മ പറയാണ്, ഇതിവിടെ വെച്ചാൽ ശരിയാവില്ലല്ലോ. പിള്ളേര് ഓരോ കാര്യത്തിന് വന്ന് അൽമാരി തുറക്കും. ശേഷം അതുമായി അടുക്കളയിലേക്ക് പോയിട്ട് അടുക്കളയിലെ ഓരോരോ പാത്രങ്ങളൊക്കെ നോക്കുകയാണ് ശാരദാമ്മ, അത് സുരക്ഷിതമായി വയ്ക്കാനായിട്ട്. ശേഷം ശാരദാമ്മ അരിയിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് വെച്ചിട്ട് അരി മുകളിലൂടെ ഇടുകയാണ്. അന്നേരം ശാരിക അവിടേക്ക് വന്ന് വാതിൽക്കൽ നിൽക്കുകയാണ്. ഇനി നോക്കുന്ന ശാരദാമ്മ ശാരികയെ കണ്ട് ഒന്ന് പരിഭ്രമിക്കുകയാണ്. എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാരിക ചോദിക്കുകയാണ്, അമ്മ എവിടെ, എന്ത് ചെയ്യുകയാണ്? ഞാനിവിടെ അരി ഇന്നത്തേക്ക് തികയുമോ എന്ന് നോക്കുകയാണ്. അരിയല്ലേ ഞാൻ വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നത്. നീ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കേണ്ട. എനിക്ക് നോക്കണമെന്ന് തോന്നി, ഞാൻ നോക്കി, അത്ര തന്നെ. പോയി പറഞ്ഞ പണി ചെയ്യ. കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്കുക. സംശയത്തോടെ ശാരദാമ്മയെ നോക്കി നിൽക്കുന്ന ശാരികയെ പൊടി എന്ന് പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. ശാരിക പോയ ശേഷം ഒന്ന് നേരെ ശ്വാസം വിടുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.